ഈ പ്രവാസികളെ നാട്ടിലൊക്കെ ലീവിന് പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ മാസത്തിനൊക്കെ ലീവിൽ പോകുന്ന സമയത്ത് നാട്ടിലുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു പ്രവാസി പെൻഷനും നോർക്ക ഐഡിയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരവിടുന്ന് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മളവിടുന്ന് പോരും. അതായത് ഈ പ്രവാസികൾ അവിടുന്ന് പോന്ന് പിന്നെ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി 2, 3, 4 മാസങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നോക്കുക. അങ്ങനെ ഒരുപാട് പ്രവാസികൾ നമ്മളുമായി ബന്ധപ്പെടാറുണ്ട്, നമ്മളെ വീഡിയോ ഒക്കെ താഴെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കാർഡ് വന്നിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകളോട് പറയാനുള്ളത്, നമ്മൾ ഈ അക്ഷയ വഴി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അക്ഷയ വഴി ആയിക്കോട്ടെ, നിങ്ങൾ ആര് മുഖാന്തരമാണോ ചെയ്യുന്നത്, നോർക്ക റൂട്ട്സ് ആയാലും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ ആയാലും, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും അവരെ കൊണ്ട് എഴുതി വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇത് പ്രത്യേകം സൂക്ഷിച്ച് വെക്കുക. കാരണം നോർക്ക ഐഡിക്ക് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും ഒരു 3 വർഷത്തേക്കാണ് ഈ കാർഡ് ഉള്ളത്. ആ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാർഡ് പുതുക്കണം. ഇനി പുതുക്കില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി അതിൻ്റെ കാലാവധി തീരും, പിന്നെ നമുക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയില്ല, എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ. പക്ഷേ പ്രവാസി ക്ഷേമനിധി പെൻഷൻ അങ്ങനെയല്ല. നമ്മൾ തുടക്കത്തിൽ ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 വയസ്സായി പെൻഷൻ ആവുന്നത് വരെയും പെൻഷൻ ആവുന്നതിന് ശേഷമൊക്കെ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് ആവശ്യമാണ്. വെബ്സൈറ്റിൽ കയറി ഈ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ പെൻഷൻ അപേക്ഷിക്കാനും, നിങ്ങൾക്ക് പെൻഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ പെൻഷൻ നമ്മളിതിലേക്ക് അടച്ച എമൗണ്ട് തിരിച്ചെടുക്കാനൊക്കെ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുത്താനോ, അഡ്രസ്സിലോ ആധാറിലോ നോമിനിയുടെയോ അല്ലെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോയി അക്ഷയ എന്നൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അക്ഷയ, അതുപോലെ തന്നെ പ്രവാസി കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സർവീസിൻ്റെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വഴിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഈ ഒരു പ്രവാസി പെൻഷൻ അപ്രൂവ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ നോർക്ക ഐ ഡി ഒക്കെ ഇഷ്യൂ ആയിട്ടുണ്ടോ എന്ന്. നോർക്ക ഐ ഡി കഴിഞ്ഞ ഏകദേശം 2025 ജൂലൈ മാസം മുതൽ നോർക്ക ഐ ഡി ഇപ്പോൾ ഫിസിക്കൽ കാർഡ് അവർ പോസ്റ്റ് വഴി നമുക്ക് അയച്ചു തരുന്നില്ല. ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡിജിറ്റൽ ഐ ഡി മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് നോർക്ക ഐ ഡിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ആയിട്ടും നോർക്ക ഐ ഡി വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ വരാത്തതിന് കാരണം ഇതാണ്. കഴിഞ്ഞ ജൂലൈ 2025 മുതൽ നോർക്ക ആർക്കും തന്നെ ഫിസിക്കൽ ഐ ഡി വീട്ടിലേക്ക് അല്ലെങ്കിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നില്ല, ഡിജിറ്റൽ ഐ ഡി മാത്രമാണുള്ളത്. അപ്പോൾ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഐ ഡി ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോൻ്റെ പുറകിൽ ഞാൻ വെക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് നോർക്കയുടെ ഐ ഡി ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധിയുടെ ഐ ഡി എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോൻ്റെ പുറകിൽ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോർക്ക ഐ ഡി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിനായി ഞാനിവിടെ ഗൂഗിളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ശേഷം ഇവിടെ നോർക്ക റൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരുപാട് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റുകൾ വരും. അപ്പോൾ നിങ്ങൾ നോർക്ക റൂട്ട്സിൻ്റെ ഈ വെബ്സൈറ്റിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ചെയ്ത ആളുകളാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് യൂസർ നെയിം പാസ്വേഡ് അതുപോലെ തന്നെ താഴെ ക്യാപ്ചയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈനിങ് വിത്ത് OTP എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇമെയിലിലേക്കും മൊബൈലിലേക്കും വിദേശ നമ്പറാണെങ്കിൽ വാട്സപ്പിലേക്കും നമുക്ക് OTP അയക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് നമ്പറാണോ ആ നമ്പർ ഇവിടെ കൊടുത്തിട്ട് ജനറേറ്റ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ആ വാട്സപ്പിലേക്ക് OTP വരും. അപ്പോൾ ആ OTP അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എൻ്റർ ആവാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിമും പാസ്വേഡ് വെച്ചിട്ട് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ ആയിരിക്കും, പാസ്വേഡ് നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പാസ്വേഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഈ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ ഇവിടെ സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ശേഷം ഇവിടെ കണ്ടിന്യൂ ടു പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരിക. ശേഷം വ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഐ ഡി കാർഡ് ഇവിടെ ഓപ്ഷൻ കിട്ടും. ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടി പൈസ അടച്ചതിൻ്റെ റെസിപ്റ്റൊക്കെ ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡൗൺലോഡ് ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഐ ഡി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നോർക്ക ഐ ഡി നമ്മൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് പ്രവാസി പെൻഷൻ്റെ കാർഡ് എങ്ങനെയാണ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ വീണ്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം പ്രവാസി പെൻഷൻ എന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് പ്രവാസി പെൻഷൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ക്യാപ്ച, ഈ 3 സാധനങ്ങളും അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുക. നിങ്ങൾ ഇമെയിൽ ഐ ഡിയും വിദേശ നമ്പറും വെച്ചിട്ടാണെങ്കിലൊക്കെ ചെയ്തിരിക്കണമെങ്കിൽ ഇവിടെ ആ കൺട്രി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സൗദി, UAE, കുവൈത്ത് നമ്പറിലേക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രി നിങ്ങൾക്ക് മാറ്റി കൊടുക്കുക. ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇന്ത്യയാണ് വരിക. അപ്പോൾ ഇവിടെയും അതുപോലെ നമ്മൾ യൂസർ നെയിം, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ താഴെയുള്ള ക്യാപ്ച അതേപോലെ അടിച്ചു കൊടുക്കുക. നോക്കുക, നിങ്ങൾ ക്യാപ്ച മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ റീഫ്രഷ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ക്യാപ്ച ആയിരിക്കും വരിക. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. അതിലെങ്ങനെയാണോ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ അക്കങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുക. അങ്ങനെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഇത്തരത്തിൽ വരുന്നത് മൊബൈൽ സൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് പോകും. അതിനായി ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ചില ബ്രൗസറുകളിൽ താഴെ ആയിരിക്കും, ചില ബ്രൗസറുകളിൽ മുകളിലായിരിക്കും ഈ ഒരു 3 ഡോട്ട് ഉള്ളത്. ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ഓപ്പൺ ആവുന്നത് അതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടുന്ന് പോകും. ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിൻറ്റ് ID കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ടു പ്രിൻറ്റ് ID കാർഡ് ഉണ്ട്, ക്ലിക്ക് ടു വ്യൂ ID കാർഡ് ഉണ്ട്. ഇത് 2 കൊടുത്താലും നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ആയി കിട്ടും. ഞാനിവിടെ ക്ലിക്ക് ടു പ്രിൻറ്റ് ID കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ID കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് ID കാർഡ് സേവ് ആവും. ഇങ്ങനെയാണ് നമ്മൾ പ്രവാസി പെൻഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്നും ലോഗ് ഔട്ട് ആവുന്നതാണ്.